ഇന്ന് നമ്മുടെ റെസിപ്പി നല്ലൊരു അയില മുളകിട്ട മീൻ കറിയാണ്. ഇതിനായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയില, പിന്നെ ചെറിയുള്ളി, നീളത്തിലരിഞ്ഞ ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, നീളത്തിലരിഞ്ഞ തക്കാളി, ഇത്രയാണ് ആവശ്യം. പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും ആയ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് ഉലുവ പൊട്ടിച്ച ശേഷം കറിവേപ്പില, പച്ചമുളക് ഒക്കെ ഇട്ട് നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ദെൻ നീളത്തിൽ അരിഞ്ഞ് വെച്ച നമ്മുടെ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം, ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ. പിന്നെ ഇതിന് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ വാളംപുളി. അതൊരു പിടി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം പുളി ആവശ്യമുണ്ട്. നന്നായി ഒന്ന് ഈ മിക്സ് വഴണ്ടി വന്ന ശേഷം നമ്മുടെ പൊടികളൊക്കെ മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ ഒരു പച്ച സ്മെല്ല് പോകുന്നവരേക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ നീളത്തിലരിഞ്ഞ തക്കാളി ഈ ടൈമിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് മസാലയിലേക്കൊക്കെ ഒന്ന് തക്കാളി മിക്സായ ശേഷം നമുക്ക് നമ്മുടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ഇതിൽ മെയിനായിട്ട് നമ്മൾ തേങ്ങ ഒഴിക്കുന്നില്ല, നമ്മുടെ പുളി ആണതിൽ ഹൈലൈറ്റ്. പിന്നെ എത്രത്തോളം നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ വഴറ്റുന്നു അത്രയ്ക്കും അതിന് ടേസ്റ്റ് കൂടും. അല്ലെങ്കിൽ ഒരു പച്ച മണം നിൽക്കുവേ. നന്നായിട്ടിത് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന സ്റ്റേജിൽ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അയിലക്കുട്ടന്മാരെ ഇട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായി ഇളക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അയിലക്കറി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.